നമ്മുടെ ഒപ്പമാണ് കേട്ടോ ഒന്നുണ്ടായിരുന്നത്. അപ്പം കുറച്ച് കൂടുതലാവാനുണ്ട്. പിന്നെ നമുക്കുള്ളത് സോയാബീൻ കറിയാണ് കേട്ടോ. സോയാബീൻ കറിയല്ല, ഒരു റോസ്റ്റ് പോലെ. സോയാബീൻ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മുടെ സവാള, പച്ചമുളക്, പിന്നെ ക്യാരറ്റ് എടുപ്പുണ്ടായിരുന്നു കേട്ടോ, ഒരു ലേശം ക്യാരറ്റ്, തക്കാളി, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഒരു അല്ലിയാണ് കേട്ടോ. ഇപ്പം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ലേശം തേങ്ങാപ്പാൽ കൂടി ചേർത്തെടുത്ത കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു കുഴഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഡ്രൈ ഫ്രൈ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറി പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഇത് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.